കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം പലപ്പോഴും നഷ്ടപ്പെടുവാൻ ഒരു കാരണം നാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്നുള്ളതാണ്. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ശത്രുവാണോ അതോ മിത്രമാണോ? ഇനി എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശത്രുവായി ഒരു മനുഷ്യൻ മാറുന്നത്? റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച്, ലോകത്തിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ച്, ജഡികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആൾ ഭക്ഷണത്തെക്കുറിച്ചാണ് കൂടുതലും കൺസേൺ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ ഒരു ഇഷ്ടം വളരെ വലുതാണ്, ഭക്ഷണം. ചില ആളുകൾക്ക് വേണമെങ്കിൽ അശുദ്ധിയുടെ മേഖലയിലായിരിക്കാം. അപ്പോൾ ജഡത്തിൻ്റെ മേഖലയിൽ താല്പര്യമുള്ള ഒരു മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ഇനി പറയുകയാണ്, അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ അതിന് സാധിക്കില്ല. 8-ാമത്തെ വാക്യത്തിൽ പറയുക, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജഡികമായിട്ടുള്ള താല്പര്യങ്ങൾ നമ്മെ ഈശോയുടെ അനുഗ്രഹം കിട്ടുവാനായിട്ട് തടസ്സമാണ്. പല മക്കളും അവരുടെ പല ജോലിയായാലും അവരുടെ പഠനമായാലും പല കാര്യങ്ങളിലും തടസ്സവും കാലതാമസവും വരാൻ ഒരു കാരണം ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ശരീരത്തിൻ്റെ വിശുദ്ധി, ഹൃദയത്തിൻ്റെ വിശുദ്ധി, മനസ്സിൻ്റെ വിശുദ്ധി, ചിന്തയിൽ വിശുദ്ധി, വാക്കിൽ വിശുദ്ധി, ആ വിശുദ്ധിയോട് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ ശത്രുവായി മാറാതെ മിത്രമായി തീരുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി സൂക്ഷിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി സൂക്ഷിക്കുവാൻ വലിയ കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും എന്നിൽ വാഴാൻ നീ വന്നു, നിന്നെ അറിയാതെ ഞാൻ ജീവിച്ചു. എന്നിൽ പുതുജീവനേകാൻ നീ വന്നു, സ്വർഗീയ സ്നേഹമെന്നിൽ ചൊരിഞ്ഞു. എന്നെ നിൻ ആലയമാക്കി എന്നിൽ വാസം ചെയ്തു. എന്തൊരു ഭാഗ്യമിത്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ട്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.